എല്ലാ പിന്നെ അസുഖങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 14 വർഷമായെങ്കിലും ആ രോഗാണുവിൻ്റെ പ്രത്യേകത ഒക്കെ അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാകും. ഒരുപക്ഷെ അത് മാത്രമല്ല, ഇതൊരു ഏഷ്യൻ, സൗത്ത് ഏഷ്യൻ, ആഫ്രിക്കൻ രോഗമല്ലേ? ഒരുപക്ഷെ ഒരു എന്താണ് ഒരു വെസ്റ്റേൺ, ഒരു അമേരിക്കൻ രോഗമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടെ അതിനകത്ത് ഗവേഷണങ്ങൾ നടക്കുകയും അതിനകത്തൊരു പരിഹാരം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഗവൺമെൻറ്റുകളും നമ്മുടെ അധികാരികളും ആണത് ചെയ്യേണ്ടത്. അതിനകത്തുള്ള വലിയ റിസർച്ച് ആവശ്യമാണ്. ഇത് വളരെ കുറച്ച് ആൾക്കാരെ ബാധിക്കുന്നുള്ളൂ എങ്കിൽ തന്നെയും നമ്മുടെ റിസർച്ചും നമ്മളുടെ സംവിധാനങ്ങളും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ മാത്രമേ മറ്റാരെങ്കിലും നമ്മുടെ ഒരു അസുഖം, നമുക്ക് വരുന്നൊരു അസുഖം മറ്റാരെങ്കിലും പഠിച്ച് നമുക്ക് ആൻസർ ചെയ്യണം, ഉത്തരം കണ്ടെത്തി തരണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ രാജ്യങ്ങൾ, അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ, അത് സമീപ ഭാവിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഇതിനകത്ത് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം അസുഖങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം നമ്മുടെ ഈ കുരങ്ങ് പനി എന്ന് പറയുന്ന കുരങ്ങ് പനി വയനാട്ടിലൊക്കെ കാണുന്നത്, അതിന് ഒരു പരിഹാരം നമുക്ക് ഇല്ല, ശരിയായ പരിഹാരമില്ല. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനകത്ത് നമ്മൾ ഈ നിപ്പയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ മനുഷ്യനിലേക്ക് ഇത് വന്നത് എന്നതിനെക്കുറിച്ചൊരു, വവ്വാലിൽ നിന്നാണ് എന്ന് നമുക്കറിയാം, ഒരുപക്ഷെ അറിയാം. എന്നാൽ നമുക്ക് വവ്വാലിൻ്റെ ശരീരത്തിൽ ഇതിൻ്റെ ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അതേ ആൻറ്റിബോഡി തന്നെ ഈ മനുഷ്യരുടെ ശരീരത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വവ്വാലിൻ്റെ ഉറവിടമാണ് നമുക്കറിയാം. പക്ഷേ വവ്വാലിൽ നിന്ന് ഇത് മറ്റേതെങ്കിലും ജീവിയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നാണോ, ഇതിനെ സെക്കൻഡറി ഹോസ്റ്റ് എന്നാണ് പറയുന്നത്, അവിടെ നിന്നാണോ ഈ രോഗം വന്നത് എന്ന് നമുക്കറിയില്ല. മറ്റൊരു വിഷയം, വവ്വാലിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇത് എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് നമുക്കറിയത്തില്ല. അത് പഴം വഴിയാണോ, അത് പഴം കഴിച്ചിട്ടാണോ, മറ്റേതെങ്കിലും രീതിയിലാണോ, അതോ വവ്വാലിൻ്റെ ശരീരത്തിൽ നിന്നും മറ്റൊരു ജീവിയിലേക്ക് വന്ന് ആ ജീവിയിൽ നിന്നാണോ എന്ന് നമുക്കറിയില്ല. അതറിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലേഷ്യയിൽ ഈ അസുഖത്തെ കണ്ടുപിടിക്കാൻ 14 വർഷമെടുത്തു. ബംഗ്ലാദേശിൽ 28 തവണ ഈ അസുഖം വന്നപ്പോഴാണ് ഇത് പനങ്കള്ളിലാണ് എന്നാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ, നമുക്ക് ഈ 14 വർഷത്തെ ഒരു ഇളവ് നമുക്ക് കിട്ടി. അറിയാം, ഇത് ഓൾറെഡി നിപ്പ എന്നുള്ള അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും അത്തരം കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എപ്പിഡമിയോളജിയൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഉറവിടം എവിടെ എന്ന് അറിയുന്നത് അത്ര എളുപ്പമുള്ള പണി അല്ല. ചിലപ്പോൾ ഉറവിടത്തെ കാണണമെന്ന് തന്നെ, വവ്വാലിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പ്രവേശിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം എന്ന് തന്നെയില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണിയാണെങ്കിലും നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ മാത്രം ഒരു ജോലിയാണെന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ ഈ ഫസ്റ്റ് നിപ്പ വന്ന സമയത്ത് ഈ മലപ്പുറം, കോഴിക്കോട് ഏരിയയിൽ സ്ഥലത്തൂടെയൊക്കെ സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ അന്നത്തെ അവിടെയുള്ള ലോക്കൽ ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരെന്നെ പല സ്ഥലത്തും കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കാണിച്ച ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ മലപ്പുറത്തിൻ്റെ, അതായത് പേരാമ്പ്ര എന്ന് 12 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പുഴ കടന്നാൽ ഇപ്പുറത്താണ്, ഏത് പുഴയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിനപ്പുറത്ത് പേരാമ്പ്ര, ഇപ്പുറത്ത് മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പം ഇപ്പുറത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ അവിടെ നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ വന്ന്, ഡോക്ടറെ ഒരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി. അവരെന്നെ ഒരു ചെറിയൊരു കാട്ടിനുള്ളിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ കുറേയധികം മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താണ് ഇവിടെ ഉള്ളത്? അവരിങ്ങനെ കൈകൊട്ടിയപ്പം ഒരു കോടിയോളം അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് വവ്വാലുകൾ ശബ്ദിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ശബ്ദം. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഈ മരങ്ങളുടെ മുകളിലൊക്കെ വവ്വാലുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇതിങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഇതൊരു 2-2.5, ഞാനിപ്പം 2018, അപ്പം ഇപ്പം എത്ര വർഷമായി? അത്രയും വർഷം. 2 വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് വവ്വാലുകൾ വരുന്നത്. അതിനു മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയ അറിവാണ്. അതായത് വവ്വാലുകളുടെ ഈ പ്രദേശങ്ങളിൽ, അതായത് കോഴിക്കോട്, മലപ്പുറം ഏരിയയിലുള്ള ആ സ്ഥലങ്ങളിൽ അടുത്ത കാലത്ത്, വളരെ റീസെൻ്റ്, ഒരു 10 വർഷത്തിനകത്ത് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥയിൽ, ആവാസ സ്ഥലങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. വൻതോതിൽ വവ്വാലുകൾ അവിടെ ആ പ്രദേശങ്ങളിലേക്ക് എവിടെ നിന്നോ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വവ്വാലുകളുടെ എണ്ണം കൂടുമ്പം മനുഷ്യരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതകളും കൂടുമല്ലോ. അപ്പോൾ വവ്വാൽ ഡെൻസിറ്റി വളരെയധികം കൂടി. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുവോളജിക്കൽ ഇഷ്യൂ ആണത്, ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണ്, ഒരു ഫോറസ്റ്റ് ഇഷ്യൂ ആണ്.